എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ LGSന് വേണ്ടിയുള്ള സിലബസ് ബേസിലുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ഷേത്രഗണിതം എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ 25 ക്വസ്റ്റ്യനും നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം. കാരണം ഇനിയുള്ള ടോപ്പിക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ തരും തോറും നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള നേരം കിട്ടില്ല. അപ്പം ഫസ്റ്റ് ആയിട്ട് അതായത് മാത്സിലെ ആദ്യത്തെ സമാന്തര ശ്രേണി, സമഗുണിത ശ്രേണി എന്നുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇപ്പോൾ ചെയ്യണത് ക്ഷേത്രഗണിതാണ്. അത് കഴിഞ്ഞ് HCF LCM ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും വേണ്ടത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിന്റെ വശം 15 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് എങ്ങനെയാണ്? പരപ്പളവ് കാണാം. പരപ്പളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ്തീർണമാണ്. എങ്ങനെ ഒരു ചതുരത്തിന്റെ വിസ്തീർണം കാണാം? ചതുരത്തിന്റെ വശം തന്നുണ്ട്. അപ്പോൾ ചതുരത്തിന്റെ വിസ്തീർണം കാണാൻ വശം ഇൻറ്റു വശം. അപ്പൊ എന്താണ്? 15 ഇൻറ്റു 15. അത് എത്രയാ വരെ? 225. ഇനി നിങ്ങൾക്ക് അറിയില്ല വെച്ചെങ്കിൽ 15 ഇൻറ്റു 15 ചെയ്യാം. അപ്പൊ 15 ഇൻറ്റു 10 പ്ലസ് 5 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എങ്ങനെയാണ്? 150 പ്ലസ് 15 5 എത്രയാണ്? 75 അല്ലെ? 150 75 കൂടി കൂട്ടി എത്രയാണ്? 225. ഇങ്ങനെയും ചെയ്യാം വേഗത്തില്. അല്ല 15 സ്ക്വയർ ചെയ്യാന്ന് വെച്ചെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 വരെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ നിങ്ങൾക്ക് വേഗത്തില് ആൻസേഴ്സ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വൃത്തത്തിന്റെ ആരം 14 സെന്റിമീറ്റർ ആയാൽ പരിധി, വൃത്തത്തിന്റെ പരിധി കാണാനുള്ള വാക്യം എന്താണ്? പരിധി എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. അപ്പൊ വൃത്തത്തിന്റെ ചുറ്റളവ് കാണാനുള്ള വാക്യം എന്താണ്? 2πr ആണ്. അപ്പൊ ഇവിടെ 6 എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമാണ് വെച്ചെങ്കിൽ നമ്മൾ പൈന് 22/7 കൊടുക്കും. അപ്പൊ 2 ഇൻറ്റു 22/7 ഇൻറ്റു 6 ഇവിടെ എത്രയാണ്? 14. അപ്പൊ ഇത് വെട്ടിപ്പൂലേ? 14 7 2 പ്രാവശ്യം അല്ലെ? അപ്പൊ എന്താണ് വരിക? 22 ഇൻറ്റു 2 44 ഇൻറ്റു 2 88. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ത്രികോണത്തിന്റെ അടിസ്ഥം 12 സെന്റിമീറ്റർ. ഒരു ത്രികോണത്തിന്റെ ബേസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ത്രികോണത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്നുള്ള അർത്ഥം. അടിസ്ഥം 12 സെന്റിമീറ്റർ, ഉയരം 5 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് എങ്ങനെയാണ്? പരപ്പളവ് കാണുക. പരപ്പളവ് എന്ന് പറഞ്ഞ വിസ്തീർണാണ്. എങ്ങനെയാണ് ത്രികോണത്തിന്റെ വിസ്തീർണം കാണുക? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ? അര ഇൻറ്റു ബേസ് എത്രയാന്ന് പറഞ്ഞേക്കണേ? 12. ഹൈറ്റ് എത്രയാണ്? ഉയരം എത്രയാണ്? 5. അപ്പൊ ഇവിടെ എത്ര വരും? 6 5 30 അല്ലെ? 30 ചതുരശ്ര സെന്റിമീറ്റർ. 12ൽ 2 6 പ്രാവശ്യമാണ് പോവുക. അതുകൊണ്ടാണ് ഞാൻ വെട്ടിക്കളഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിന്റെ പരിധി 64 സെന്റിമീറ്റർ ആയാൽ ഒരു വശം എത്ര? എങ്ങനെയാണ് പരിധി കണ്ടുവെച്ചെങ്കിൽ ഒരു വശം കിട്ടാൻ വേണ്ടി പരിധി ഡിവൈഡഡ് ബൈ 4 ചെയ്താ പോരെ? അപ്പൊ 64/4 അല്ലെ? അപ്പൊ എന്താണ് വരിക? 1 4 24 6 4 24 16 സെന്റിമീറ്റർ എന്നുള്ളതാണ് ആൻസർ. പരിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവാണ്. ചുറ്റളവ് 64 എന്ന് തന്ന ചുറ്റുള്ള അളവ് എന്ന് പറഞ്ഞാൽ ഒരു സമചതുരം ആവുമ്പോ 4 വശമാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്? 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 16 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിന്റെ ഒരു വശം 8 സെന്റിമീറ്റർ ആയാൽ കർണം എന്ത്? ഒരു സമചതുരത്തിന്റെ ഒരു വശം തന്നിട്ടുണ്ട് അല്ലെ? സമചതുരം എങ്ങനെയാണെന്ന് വിചാരിക്കാം. ഒരു വശം 8 അല്ലെ? അപ്പൊ എല്ലാം 8 ആവില്ലേ ഇവിടെ? അപ്പൊ ഇനി എന്താണ്? കർണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ അല്ലെ? ഡയഗണൽ എന്താവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ ഇവിടെ പാദും ലംബും തന്നിട്ടുണ്ട്. കർണം കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യാ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെ? അപ്പൊ എന്താണ്? റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ അല്ലെ? അപ്പൊ എന്താണ് വരിക? 64 64 128. അതിന്റെ റൂട്ട് കാണണം. അപ്പൊ നമുക്ക് എന്താ വരിക? ഇതെങ്ങനെ 128 എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ 128/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 6 2 12 4 2 8. 64 റൂട്ട് ഉണ്ട് അല്ലെ? അപ്പൊ 8 പിന്നെ റൂട്ട് 2 വരും. 8 റൂട്ട് 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് പറയാം കർണം കാണാൻ വേണ്ടി വശം ഇൻറ്റു റൂട്ട് 2. ഇതാണ് വേഗത്തിൽ ചെയ്യാനുള്ള വഴി. വശം ഇൻറ്റു റൂട്ട് 2 ആണ് കർണം. അപ്പൊ വശം എന്താണെന്ന് തന്നിട്ടുണ്ട്? 8. 8 ഇൻറ്റു റൂട്ട് 2 അതാണ് ആൻസർ. നമ്മളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും കൂടിയും പറഞ്ഞു തന്നതാണ്. കാരണം നിങ്ങൾക്ക് ഇത് ഓർമ്മയില്ലാച്ചെങ്കിൽ ഇങ്ങനെ ചെയ്തു നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ചതുരത്തിന്റെ അടിസ്ഥം 20 സെന്റിമീറ്റർ, ഉയരം 9 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് എത്ര? അതായത് ബേസ് തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട് അല്ലെ? ചതുരാണ്. അപ്പൊ എന്താണ് പരപ്പളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പരപ്പളവ് എന്ന് പറഞ്ഞ വിസ്തീർണം അല്ലെ? അപ്പൊ ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ? നീളം ഇൻറ്റു വീതി അല്ലെ? അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്, അതായത് 20 ഇൻറ്റു 9. അത് എത്രയാണ് വരിക? 180 ചതുരശ്ര സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഘനത്തിന്റെ വശം 4 സെന്റിമീറ്റർ ആയാൽ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കാം? വശം തന്നിട്ടുണ്ട്, വ്യാപ്തം അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ക്യൂബ് എടുക്കണം അല്ലെ? അപ്പൊ 4ന്റെ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാം? 4 ഇൻറ്റു 4 ഇൻറ്റു 4 4 16 16 4 64. ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വൃത്തത്തിന്റെ പരപ്പളവ് 154 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ ആരം എത്ര? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എന്താ തന്നിരിക്കുന്നത്? പരപ്പളവാണ്. പരപ്പളവ് എന്ന് പറഞ്ഞ വിസ്തീർണം അല്ലേ? വൃത്തത്തിന്റെ വിസ്തീർണം കാണാനുള്ള വാക്യം എന്താണ്? πr സ്ക്വയർ. πr സ്ക്വയർ തന്നിട്ടുണ്ട് 154 ആണെന്ന്. അപ്പൊ 6 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്താ എഴുതാം? π 22/7 തന്നിട്ടുണ്ട്. 22/7 ഇൻറ്റു ആർ സ്ക്വയർ ഈക്വൽ ടു 154 അല്ലെ? അപ്പൊ ആർ സ്ക്വയർ എങ്ങനെ വരും? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇൻറ്റു ആവില്ലേ? 154 ഇൻറ്റു 7/22 ഇങ്ങനെയാവില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആൻസർ കിട്ടുക? 22-ല് 2 പോവും 11 പ്രാവശ്യം. ഇവിടെ 2 എത്ര പ്രാവശ്യം പോവും? 7 2 14. പിന്നെ 14-ല് 7 2 14 77 ആവും. അപ്പൊ ഇവിടെ 11 7 പ്രാവശ്യം പോവും. 7 7 49. ഇനി 6 കാണാൻ എന്താ ചെയ്യാ? റൂട്ട് ഓഫ് 7 ഇൻറ്റു 7. അപ്പൊ ഇതിന്ന് റൂട്ട് കാണാൻ എങ്ങനെയാണ്? രണ്ടെണ്ണത്തിന്ന് ഒരെണ്ണം വെളിയിലേക്ക് എടുത്താൽ മതി അല്ലെ? അപ്പൊ 6 എങ്ങനെയാണ് പറയാ? 7 എന്നുള്ളതാണ്. അപ്പൊ 7 സെന്റിമീറ്റർ എന്നുള്ളതാണ് ആരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ദീർഘചതുരത്തിന്റെ നീളം 18 സെന്റിമീറ്റർ, വീതി 12 സെന്റിമീറ്റർ ആയാൽ പരിധി എത്ര? പരിധി എങ്ങനെ കണ്ടുപിടിക്കുക? പരിധി എന്ന് പറയുന്നത് ചുറ്റളവാണ് അല്ലെ? 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലേ? അപ്പോ അതാണ് പരിധി. അപ്പൊ 2 ഇൻറ്റു നീളം എത്രയാണ്? 18 പ്ലസ് വീതി എത്രയാണ്? 12. 18 2 20, 20 10 30. 2 ഇൻറ്റു 30 അത് എത്രയാണ്? 60 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 81 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ വശം എത്ര? പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിസ്തീർണാണെന്ന്. സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വശം ഇൻറ്റു വശമാണ്. വശം ഇൻറ്റു വശം എന്ന് പറയുന്നത് 81 ആണ് വെച്ചെങ്കിൽ ഒരു വശം എങ്ങനെ വരും? റൂട്ട് 81 ആവും. റൂട്ട് 81 എന്ന് പറയുന്നത് എന്താണ്?
9 × 9 81. അപ്പൊ ഒരു 9 വരുള്ളൂ. അപ്പൊ വശം എന്താണ്? 9 സെന്റിമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വൃത്തത്തിന്റെ വ്യാസം 28 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ്, വ്യാസം എന്ന് പറയുന്നത് എന്താണ്? 2r എന്ന് പറയുന്നതാണ് വ്യാസം അല്ലെ? ആരത്തിന്റെ 2 മടങ്ങാണ് വ്യാസം. അപ്പൊ 2r ആണ് 28. അപ്പൊ r എന്ത് വരും? 28/2 വരില്ലേ? അത് എത്രയാണ്? 14 അല്ലെ? ഇനി പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പരപ്പളവ് കാണാനുള്ള വാക്യം എന്താണെന്ന് നോക്കൂ. പരപ്പളവ് കാണാനുള്ള വാക്യം πr² ആണ് അല്ലെ? πr². പൈ എത്രയാണ്? 22/7 ഇൻറ്റു r² ഇവിടെ എത്രയാണ്? 14 × 14 അല്ലെ? അപ്പൊ ഇവിടെ 2 പ്രാവശ്യമല്ലേ പോവാ. അപ്പൊ 22 2 44 44 ഇൻറ്റു 14 അല്ലെ? 10 + 4 എന്ന് എഴുതാം. അപ്പൊ 440. പിന്നെ എന്താണ്? 4 16 1 4 16 1 17 6 11 പിന്നെ എന്ത് വരും? 6 616. ഏതാണ് ആൻസർ നോക്കൂ. ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ 10 സെന്റിമീറ്റർ, അടിസ്ഥം 12 സെന്റിമീറ്റർ ആയാൽ ഉയരം എത്ര? എങ്ങനെയാണ്? സമപാർശ്വ ത്രികോണാണ്. അപ്പൊ 2 വശങ്ങളാണ് തുല്യമായിട്ടുള്ളത് അല്ലെ? ഒരു വശം 10 സെന്റിമീറ്ററും അടുത്ത വശം 10 സെന്റിമീറ്ററും ആണ്. അടിസ്ഥം എന്ന് പറഞ്ഞ ബേസ് എന്ന് പറയുന്നത് 12 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഉയരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇതിനെ ഛേദിക്കുമ്പോ ഇതും ഇതും തുല്യമായിരിക്കും അല്ലെ? അപ്പൊ 12ന്റെ പകുതി ആവില്ലേ ഇവിടെ? ഇവിടെ അപ്പൊ എത്രയാവും? 6 ആവും. അപ്പൊ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്? കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ കണ്ടാൽ മതിയില്ലേ? അപ്പോഴല്ലേ ലംബം സ്ക്വയർ കിട്ടുക. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് കർണം സ്ക്വയർ. അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ. ഇനി ഇതിന്ന് നമുക്ക് എന്താണ്? ലംബം സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അല്ലേ? കർണം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 10 ആണ്. അപ്പൊ 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 ആവും. 100 മൈനസ് പാദം സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. 6 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 36. 100 36 കുറച്ച് എത്രയാണ്? 64. 64 ആണ് എന്തെന്ന് പറയുന്നത്? ലംബം സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ലംബം എന്താണ് കണ്ടുപിടിക്കുക? √64. ലംബം എന്ന് പറയുന്നത് ഉയരം, അതാണ് ലംബം. അപ്പൊ ഉയരം എന്ന് പറയുന്നത് എന്താണ്? √64. അത് എത്രയാണ്? 8 × 8 ആണ് 64. അപ്പൊ 8 സെന്റിമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിന്റെ വശം പകുതിയാക്കിയാൽ പരപ്പളവ് എത്ര മടങ്ങാവും? സമചതുരം ഇപ്പോ എ എന്ന് വിചാരിക്കാം. സമചതുരം എ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വശം എ എന്ന് വിചാരിച്ചാ നമുക്ക് എന്ത് വരും? വിസ്തീർണം എന്ന് പരപ്പളവ് എന്ന് പറയുന്നത് വിസ്തീർണാണ് അല്ലെ? വിസ്തീർണം അപ്പൊ എന്ത് വരും? a² വരും അല്ലെ? വിസ്തീർണം a² വരും. ഇനി ഇതിനെ പകുതിയാക്കി എന്ന് വിചാരിക്കുക. അപ്പൊ a/2 ആയില്ലേ? ഇവിടെയും a/2 ആവില്ലേ? അപ്പൊ ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എന്ത് വരും? a/2 × a/2 വരില്ലേ? അതെന്താണ്? a²/4 അല്ലേ? അപ്പൊ നമുക്ക് ശരിക്കുള്ള വിസ്തീർണത്തിന് എത്ര കുറവാണ്? അതായത് ശരിക്കുള്ള വിസ്തീർണത്തിന്റെ 1/4 ഭാഗമാവും അല്ലെ? അപ്പൊ 1/4 മടങ്ങാവും ഏതെന്ന് പറയുന്നത്? പകുതിയാക്കിയാലുള്ള പരപ്പളവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഘനത്തിന്റെ ഉപരിതല വിസ്തീർണം 96 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ ഒരു വശം. ഉപരിതല വിസ്തീർണം കാണാനുള്ള വാക്യം എന്താണ്? 6a² ആണ്. 6a² എന്ന് പറയുന്നത് 96 ആണ് വെച്ചെങ്കിൽ a² എന്താവും? 96/6 ആവും അല്ലെ? 6 6 36, 6 6 36.
അപ്പൊ എ സ്ക്വയർ 16 വെച്ചെങ്കിൽ എ എന്താവും, വശം എന്ന് പറയുന്നത് എന്താവും, വശം എന്ന് പറയുന്നത് √16 ആവും. √16 എന്ന് പറഞ്ഞാൽ എന്താണ്, 4ആണ്. 4 16. അല്ലാച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 16നെ പ്രൈം ഫാക്ടറൈസേഷൻ അഭാജ്യ ഘടകങ്ങളാക്കി തിരിക്കുക. അപ്പൊ 2 8, ഇനിയും 2 4, ഇനിയും 2 2, ഇനിയും 2 1. ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി ഇതിന്ന് രണ്ടെണ്ണത്തിന്ന് ഒരെണ്ണം പുറത്തേക്ക് എടുക്കുക. അപ്പൊ 2, പിന്നെ ഇവിടുന്ന് ഒരെണ്ണം പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അത് തമ്മിൽ ഗുണിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിന്റെ കർണം 10√2 ആയാൽ വശം എത്ര? നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ്, വശം കർണം ഇൻറ്റു √2 അല്ലെ. കർണം ഇൻറ്റു √2, കർണം എന്ന് പറയുന്നത് 10√2 ആണ് വെച്ചെങ്കിൽ വശം √2 ആണ് കർണം അല്ലെ. അപ്പൊ വശം ഇവിടെ എന്താവും, 10 ആവും. കർണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിലേ പറഞ്ഞു അല്ലെ, കർണം എന്ന് പറയുന്നത് എന്താണെന്ന്, വശം √2 ആണെന്ന്. അപ്പൊ വശം എന്ന് പറയുന്നത് ഇവിടെ എന്താവും, 10 ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 3 4 5 സെന്റിമീറ്റർ ആണ്. ഇത് എന്ത് ത്രികോണമാണ്? 3 4 5 എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ എങ്ങനെയാണ്, 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് വരുന്നില്ലേ. അതായത് 3 9 പ്ലസ് 16 എന്ന് പറയുന്നത് 25 ആണ്. ഇത് കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് എന്ത് ത്രികോണാണെന്ന് പറയാം, മട്ട ത്രികോണാണെന്ന് പറഞ്ഞൂടെ. രണ്ട് വശങ്ങൾ തമ്മിൽ അതിന്റെ സ്ക്വയർ തമ്മിൽ കൂട്ടിയ മൂന്നാമത്തെ വശത്തിന്റെ സ്ക്വയർ കിട്ടുകയാണെന്നുവെച്ചെങ്കിൽ അതിനെ നമുക്ക് മട്ട ത്രികോണാണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൈതഗോറസ് തിയറം ആണ് കേട്ടോ. അത് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ദീർഘചതുരത്തിന്റെ പരപ്പളവ് 240 ചതുരശ്ര സെന്റിമീറ്റർ, നീളം 20 സെന്റിമീറ്റർ ആയാൽ വീതി. പരപ്പളവ് വിസ്തീർണം അല്ലേ. അപ്പൊ ദീർഘചതുരത്തിന്റെ വിസ്തീർണം കാണാനുള്ള വാക്യം എന്താണ്, നീളം ഇൻറ്റു വീതിയാണ് അല്ലെ. നീളം ഇൻറ്റു വീതിയാണ് എത്ര എന്ന് പറയണത്, 240 എന്ന് പറയണത്. നീളം തന്നുണ്ട് 20 ഇൻറ്റു വീതി ഈക്വൽ ടു 240. അപ്പൊ വീതി എന്ത് വരും, വീതി ഈക്വൽ ടു 240 ഡിവൈഡഡ് ബൈ 20 അല്ലെ. ഇവിടെ ഇൻറ്റു ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡിവൈഡഡ് ബൈ ആവില്ലേ. അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്തു പോയി. 24/2 എന്ന് പറയുന്നത് എത്രയാണ്, 12. 24ന്റെ പകുതി. അപ്പൊ ഏതാണ് ആൻസർ, 12 സെന്റിമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വൃത്തത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ പരപ്പളവ് എത്ര മടങ്ങാവും? അതായത് ആരം ഇരട്ടി എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ എന്താവും, പരപ്പളവ്. പരപ്പളവ് എന്ന് പറഞ്ഞ വിസ്തീർണം അല്ലേ. വിസ്തീർണത്തിന്റെ വാക്യം എന്താണ്, πr² ആണ്. ഈ r എന്നുള്ളത് 2r ആക്കി എന്നാണ് പറയുന്നത്. അപ്പൊ π ഇൻറ്റു 2r ഹോൾ സ്ക്വയർ ആവില്ലേ. അത് എത്രയാണ്, π ഇൻറ്റു 4r² ആവില്ലേ. അപ്പൊ നമുക്ക് ആകെ കൂടി πr² കഴിഞ്ഞ ഇൻറ്റു 4 അല്ലേ വരിക. അപ്പൊ എന്താണ്, 4 മടങ്ങായിട്ടാണ് വർദ്ധിക്കണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമചതുരത്തിന്റെ പരിധി 36 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ്. സമചതുരത്തിന്റെ പരിധി തന്നുണ്ട് അല്ലെ. പരിധി എന്ന് പറഞ്ഞാൽ എന്താണ്, ചുറ്റളവാണ്. ചുറ്റളവ് 36 എന്ന് പറഞ്ഞാൽ വശം എന്താവും, 36/4 ആവും. അതായത് 9 ആവും. 9 ആവും ഒരു വശം. ഇനി എന്താ പറഞ്ഞേക്കണേ, പരപ്പളവാണ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പരപ്പളവ് എന്ന് പറഞ്ഞാൽ വിസ്തീർണാണ് അല്ലെ. വിസ്തീർണം എന്ന് പറയുന്നത് വശം ഇൻറ്റു വശം. അപ്പൊ 9 ഇൻറ്റു 9 അത് എത്രയാണ് വരിക, 81 ചതുരശ്ര സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമചതുരത്തിന്റെ വ്യാപ്തം 125 ഘന സെന്റിമീറ്റർ ആയാൽ വശം എത്ര? സമചതുരത്തിന്റെ വ്യാപ്തം കാണാനുള്ള വാക്യം എന്താണ്, വശത്തിന്റെ ക്യൂബ് കണ്ടാ മതി അല്ലെ. വശത്തിന്റെ ക്യൂബ് അല്ലേ വ്യാപ്തമാവുക. അപ്പൊ വശം ക്യൂബ് എന്ന് പറയണത് 125 ആണ്.
അപ്പൊ വശം എങ്ങനെയാ കണ്ടുപിടിക്കുക? ക്യൂബ് റൂട്ട് ഓഫ് 125 കണ്ടാ പോരെ? 125നെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് 125നെ 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതിക്കൂടെ? ക്യൂബ് റൂട്ട് കാണാൻ 3 5 ഒരു 5 പുറത്തേക്ക് എടുക്കുകയല്ലേ ചെയ്യുക. അപ്പോ 5 വശം എന്താണ്? 5 സെന്റിമീറ്റർ എന്നുള്ളതാണ് ആൻസർ. ഘനമൂലം കാണാൻ 3 എണ്ണം ഉണ്ട് വെച്ചെങ്കിൽ ഒരെണ്ണം പുറത്തേക്ക് എടുക്കാം. അങ്ങനെയാണ്. സ്ക്വയർ റൂട്ട് ആവുമ്പോ 2 എണ്ണത്തിന്ന് ഒരെണ്ണം പുറത്തേക്ക് എടുക്കാം കേട്ടോ. നെക്സ്റ്റ്, ഒരു ട്രപ്പീസിയത്തിന്റെ സമാന്തര വശങ്ങൾ 10 സെന്റിമീറ്റർ 14 സെന്റിമീറ്റർ ഉയരം 8 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് എത്ര? എങ്ങനെയാണ് പരപ്പളവ് കാണുക? പരപ്പളവ് എന്ന് പറയുന്നത് പരപ്പളവ് ഈക്വൽ ടു അര ഇൻറ്റു സമാന്തര വശങ്ങളുടെ തുക ഇൻറ്റു ഉയരാണ്. ഇൻറ്റു ഉയരം. അതായത് ഇവിടെ എന്താ പറയാ? ഹാഫ് ഇൻറ്റു സമാന്തര വശങ്ങൾ ഏതൊക്കെയാ? 10 പ്ലസ് 14 അല്ലെ? ഇൻറ്റു 8. അപ്പൊ എന്താ വരിക? 24 ഇൻറ്റു 24/2 ഇൻറ്റു 8 അല്ലെ? 12 ഇൻറ്റു 8 അത് എത്രയാണ്? 12 96. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വൃത്തത്തിന്റെ പരിധി 66 സെന്റിമീറ്റർ ആയാൽ വ്യാസം എത്ര? പരിധി എങ്ങനെ കണ്ടുപിടിക്കുക? പരിധി എന്ന് പറയണത് വ്യാസാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? വ്യാസത്തിന് എങ്ങനെയാണ് പറയാ? പരിധി ഡിവൈഡഡ് ബൈ പൈ ചെയ്താൽ മതി. അപ്പൊ പരിധി വ്യാസം എന്ന് പറയണത് വ്യാസം ഈക്വൽ ടു പരിധി ബൈ പൈ. പരിധി ഇവിടെ എത്രയാ പറഞ്ഞേക്കണ? 66 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറയുന്നത് എത്രയാണ്? 22/7 അല്ലേ? 22/7. അപ്പൊ എന്ത് വരും? 66 ഇൻറ്റു 7/22 ഇങ്ങനെയല്ലേ വരിക? 11 2 അല്ലേ? 22. ഇവിടെ 33 3 പ്രാവശ്യം അല്ലെ? 3 7 21. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. വ്യാസം എന്ന് പറയുന്നത് പരിധി ഡിവൈഡഡ് ബൈ പൈ ആണ് കേട്ടോ. അത് പഠിച്ചു വെക്കണേ. അപ്പൊ നിങ്ങൾക്ക് വേഗത്തില് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 6 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ്. സമഭുജ ത്രികോണാണ് അല്ലെ? ഒരു വശം തന്നുണ്ട്. ഇനി പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ് അതിന്റെ വാക്യം? √3/4 a² ആണ്. അതായത് വശം എന്ന് പറയുന്നത് സ്ക്വയർ. √3/4 ഇൻറ്റു a². ഇവിടെ എന്ത് വരും? 6 ഇൻറ്റു 6 അല്ലെ? ഈ 2 4. ഇവിടെ 3 2 6. ഇവിടെ 3 2 6. 3 9 9 √3. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സിലിണ്ടറിന്റെ ആരം 7 സെന്റിമീറ്റർ ഉയരം 10 സെന്റിമീറ്റർ ആയാൽ വ്യാപ്തം എത്ര? വ്യാപ്തം കാണാനുള്ള വാക്യം എന്താണ്? സിലിണ്ടറിന്റെ വ്യാപ്തം കാണാനുള്ള വാക്യം പഠിച്ചു വെക്കുക. കിട്ടുന്നില്ല എങ്കിൽ πr²h ആണ്. അപ്പൊ പൈ എന്ന് പറയുന്നത് 22/7. r എന്ന് പറയുന്നത് എന്താണ്? ആരം അല്ലെ? 7 ഇൻറ്റു 7 ഇൻറ്റു h എത്രയാണ്? ഉയരം 10. അപ്പൊ ഈ 7 വെട്ടിപ്പോയില്ലേ? അപ്പൊ ഇനി നമുക്ക് എന്തുണ്ട്? 22 ഇൻറ്റു 7 എത്രയാണ്? 154 ഇൻറ്റു 10 അത് എത്രയാണ്? 1540 ഘന സെന്റിമീറ്റർ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 25 ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം ഈ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് കേട്ടോ. ഒരു സമചതുരത്തിന്റെ വികർണം 12 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് എത്ര? പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
അതായത് പരപ്പളവ് എന്ന് പറഞ്ഞ വിസ്തീർണാണ്. വികർണം തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ വിസ്തീർണം കാണാൻ ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2, അതായത് കർണം വികർണം ഇൻറ്റു വികർണം സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 12 സെന്റിമീറ്റർ ആണ് വികർണം. അപ്പൊ 1/2 ഇൻറ്റു 12 ഇൻറ്റു 12. അപ്പൊ ഇവിടെ എന്ത് വരും? 6. 6 എത്രയാണ്? 72. അപ്പൊ എത്രയാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ്, സിലബസ് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.